ഹലോ ഡേയ്സ്, ഐറൻ ഫാഷൻ കോർണറിലേക്ക് ഏറിയ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ സിഗരറ്റ് പാനിൻ്റെ ഏറ്റവും താഴെ വരുന്ന ആ ഒരു കട്ടിങ് ഉണ്ടല്ലോ, ആ കട്ടിങ് ഏറ്റവും സിമ്പിളായിട്ട് ബൊട്ടിക് സ്റ്റൈലിൽ എങ്ങനെ ഫിനിഷ് ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത്. ഏറ്റവും താഴെ ഭാഗമാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് അവിടെ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട് മടക്കാനായിട്ട്. ആ 4 ഇഞ്ചാണ് ഇപ്പോൾ അവിടെ വരച്ച് ഇട്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലേക്ക് നമുക്ക് 2 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെ ഓപ്പണിങ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ 2 ഇഞ്ചാണ് ഇപ്പോൾ അവിടെ വരച്ച് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ കുരുകുരുന്ന് ലൈനിട്ട് കാണിച്ചിട്ടുള്ളത്. ഇനി ആ 4ഉം 2ഉം കൂടി 6 ഇഞ്ച് കഴിച്ച് ബാക്കിയുള്ള പോർഷനാണ് മേലേക്ക് ഞാൻ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് മേലേക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? പാൻറ്റിൻ്റെ ഏറ്റവും താഴെയുള്ള പോർഷനിൽ സ്ലിറ്റ് വേണ്ടുന്ന ഭാഗം മാത്രം നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ വരച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള മേലേക്ക് തയ്ച്ചെടുത്തു. ഇനി നമ്മൾ ആദ്യം വരച്ച 4 ഇഞ്ച് ഞാൻ ലൈനായിട്ട് അവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ താഴെ മടക്കാൻ വേണ്ടി കൊടുത്ത തയ്യൽ തുമ്പാണ്. അതിപ്പോൾ ഞാൻ മടക്കി കാണിക്കുന്നുണ്ട്. ഇനി അവിടെ കാണുന്ന 2 ഇഞ്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് സ്ലിറ്റിൻ്റെ ഓപ്പണിങ് വരുന്നതാണ്. അപ്പോൾ ആ പോർഷൻ നമ്മൾ ഉള്ളിലേക്കാണ് മടക്കി കൊടുക്കുന്നത്. ഇപ്പം മടക്കിയിരിക്കുന്നത് ആദ്യത്തെ മടക്ക് പൊട്ടപുറത്തേക്കാണ് നമ്മൾ മടക്കിയത്. രണ്ടാമത് മടക്കിയ മടക്ക് നമ്മൾ പാൻറ്റിൻ്റെ നല്ല പുറത്തേക്കാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. ഇനി പിൻ വെച്ച് ഇങ്ങനെ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസിലാണ് ഞാനിപ്പോൾ പിൻ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു പീസിനെ നമുക്ക് സൈഡിൽ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചെടുക്കണം. ഓക്കെ, ഇപ്പം ഞാനത് തയ്ച്ചെടുക്കുന്നതാണ് കാണിക്കുന്നത്. 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ്, അതായത് നമ്മൾ അവിടെ നിന്ന് മേലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് തയ്ച്ചു പോയത്. ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് തന്നെയാണ് നമ്മൾ ആ ഗ്യാപ്പിലും കൊടുത്തിരിക്കുന്നത്. ആ ഒരു കോർണർ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മറക്കാൻ എളുപ്പത്തിന് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ പിന്നൊന്ന് ഊരി കൊടുത്തിട്ട് മറയ്ക്കുകയാണേ. അപ്പോൾ മറയ്ക്കുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയാണ് കുത്തിയിരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ മൂല ഒന്ന് മറച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും മുനകൂർത്ത കത്രികയോ എന്തെങ്കിലും യൂസ് ചെയ്ത് നമ്മൾ ആ കോർണർ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ആ പിന്ന് ഉള്ളിൽ നിന്ന് ഊരി പുറത്തേക്ക് പിൻ ചെയ്യണം കേട്ടോ. നമ്മളല്ലെങ്കിൽ തയ്ക്കുമ്പോൾ പിന്ന് അതിൻ്റെ ഉള്ളിലായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ ഈ കാണിച്ച പോലെ പിൻ ചെയ്യാം. ഇനി ഇപ്പുറ സൈഡും കൂടി ഒരേ കാലിൻ്റെ 2 സൈഡാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത്. ഇപ്പുറ സൈഡും അതുപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ള 4 ഇഞ്ചിലും പിന്നെ സ്ലിറ്റിൻ്റെ 2 ഇഞ്ചിലും കൂടിയിട്ട് നമ്മളവിടെ മാർക്ക് ചെയ്തേക്കാണ്. അപ്പോൾ കൃത്യമായ ലൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. താഴെ ഇപ്പം നമ്മൾ മടക്കാൻ പോകുന്നത് പൊട്ടപ്പുറത്തേക്കാണ്. നമ്മുടെ സ്റ്റിച്ച് കാണുന്ന പുറം ഏതാണോ അവിടെ പൊട്ടപ്പുറത്തേക്കാണ് മടക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ മടക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല പുറത്തേക്കാണ്. ഈ ഒരൊറ്റ മടക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ഒറ്റ സ്റ്റിച്ച് കൊണ്ട് കാര്യം തീർക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറ സൈഡ് ചെയ്തതുപോലെ തന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ 1/2 ഇഞ്ച് മാത്രം നമുക്കവിടെ തയ്യൽ തുമ്പ് വേണ്ടോ തയ്ച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മടക്ക് വെച്ച് ഒന്ന് പിൻ ചെയ്യാണ്. എല്ലാവരും ഇതുപോലെ തന്നെ പിൻ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലാണ് നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനവിടെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും തന്നെ പേടിക്കാനില്ല. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രം നോക്കി നമുക്ക് തയ്ച്ചെടുത്താൽ മതി. ഇപ്പം എനിക്ക് തയ്ക്കാൻ എളുപ്പത്തിന് സൈഡൊന്ന് മാറ്റി പിടിച്ച് ഒന്ന് ആ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൃത്യമായിട്ട് അവിടെ കൊടുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ടോക്ക് ചെയ്ത് പോയതിൻ്റെ അതിൽ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായില്ല. ഒരാൾക്ക് 3 പാൻസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിനെ കുറിച്ചൊന്ന് പറഞ്ഞു പോയതായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് കുറേ കമൻസാണ് വന്നത്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന പിന്നൊന്ന് ഊരി നമ്മളതിനെ കറക്റ്റായിട്ട് നമുക്ക് മറയ്ക്കാൻ പാകത്തിനൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ അതിനെ ഒന്ന് കോർണർ കറക്റ്റ് ചെയ്ത് ഒന്ന് മറിച്ചെടുക്കാം കേട്ടോ. മറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ സൈഡിൽ ഉണ്ടായിരുന്ന പിന്നും കൂടി ഒന്ന് കറക്റ്റായിട്ട് കുത്തി കൊടുക്കാം. ശേഷം നമുക്ക് പൊട്ടപ്പുറമാണ് ഇപ്പം ഞാൻ മേലേക്ക് കാണുന്ന വിധത്തിന് ഇട്ടിട്ടുള്ളത്. പൊട്ടപ്പുറത്ത് നമുക്ക് ഒരൊറ്റ സ്റ്റിച്ചാണ് ഇനി അവിടെ കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കവിടെ മറച്ച ഭാഗം അതിൻ്റെ തുമ്പ് എവിടെയാണോ വരുന്നത് ആ അരിക് ചേർന്ന് ഒരൊറ്റ സ്റ്റിച്ച് കാലിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ
ആ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. അതിനാണ് പിൻ ചെയ്ത് വെക്കാൻ തന്നെ പറയുന്നത് കേട്ടോ. ആ അറ്റം മുതൽ ഞാൻ അടിച്ചു വന്നു. നമ്മുടെ സ്ലിറ്റിൻ്റെ ആ സൈഡ് എത്തിക്കഴിയുമ്പോൾ 2 സ്റ്റിച്ച് അടുപ്പിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്ന രീതിയിൽ. നമുക്ക് പെട്ടെന്നൊന്ന് മേലേക്ക് കീറിപ്പോവാനോ സ്റ്റിച്ച് വിട്ട് പോകാനോ സാധ്യതയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് തുടർന്ന് അവിടെ കെട്ടിട്ടതിന് ശേഷം തുടർന്ന് നമ്മൾ ഈ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലേ എന്നുള്ളതും കൂടി തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കാം. നമുക്ക് ആ ഒരൊറ്റ സ്റ്റിച്ചിങ് കൊണ്ട് ആ സ്ലിറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. സിഗരറ്റ് പാൻറ്റിൻ്റെ ഏറ്റവും നമുക്ക് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. അപ്പോൾ ബാക്കി വരുന്ന വീഡിയോസും ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.